2020 ഓട്ടോ എക്സ്പോയിലാണ് ടാറ്റ HBX എന്ന മിനി SUVയുടെ കൺസെപ്റ്റ് മോഡലിനെ അവതരിപ്പിച്ചത്. പ്രൊഡക്ഷൻ പതിപ്പിന്റെ പരീക്ഷണോട്ടത്തിന്റെ ചിത്രങ്ങളും വാർത്തകളും പുറത്തുവരികയും ചെയ്തിരുന്നു. ഉടൻ തന്നെ വാഹനം വിപണിയിൽ എത്തുമെന്നും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ രാജ്യത്ത് COVID-19 ആശങ്ക വിതയ്ക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വാഹനം വിപണിയിൽ എത്തുന്നത് വൈകുമെന്നാണ് അടുത്തിടെ കമ്പനി അറിയിച്ചത്. 2021 ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും ഈ വാഹനം നിരത്തുകളിലെത്തുക. വിപണിയിൽ എത്തുന്നത് വൈകുമെങ്കിൽ ഈ ശ്രേണിയിൽ മികച്ചു കുറച്ച് ഫീച്ചറുകൾ വാഹനത്തിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മറ്റൊരു സവിശേഷത. അനലോഗ് സ്പീഡോമീറ്ററിന് പുറമെ വാഹനത്തിൽ 7 ഇഞ്ച് TFT കളർ ഡിസ്പ്ലേയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഉയർന്ന വകഭേദങ്ങളിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂവെന്നും കമ്പനി അറിയിച്ചു. ടാറ്റയുടെ പ്രീമിയം ഹാഷ്ബാക്കായ ആൾട്രോസിൽ കാണുന്ന അതേ യൂണിറ്റിന് സമാനമാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരുത്ത്, ടോർക്ക്, ഡോർ തുറന്നുവെന്ന മുന്നറിയിപ്പ് തുടങ്ങിയ വിവരങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാം. സാധാരണ ഡാഷ്ബോർഡിന്റെ മധ്യത്തിലായിരുന്നു ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഡിസൈൻ. എന്നാൽ നെക്സോൺ മുതൽ ടാറ്റയുടെ വാഹനങ്ങളിൽ ആ പതിവ് കാഴ്ച ഒഴിവായി. ഡാഷ്ബോർഡിന് മുകളിലാണ് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം നൽകിയിട്ടുള്ളത്. ടാറ്റയുടെ ഈ പുതിയ വാഹനത്തിലും ഇതേ ഡിസൈനാണ് തുടർന്നിട്ടുള്ളത്. എതിരാളികളിൽ നിന്നും വ്യത്യസ്തമാണെന്നും കമ്പനി അവകാശപ്പെടുന്നു. 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ് വാഹനത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഹാർമൺ സൗണ്ട് സിസ്റ്റം തന്നെയാണ് പുതിയ വാഹനത്തിലും ഇടം പിടിച്ചിട്ടുള്ളത്. 4 സ്പീക്കർ, 2 ട്വിറ്റർ ഓഡിയോ സിസ്റ്റമാണ് വാഹനത്തിൽ ഇടം പിടിക്കുന്നത്. അർബൻ കോമ്പാക്ട് SUV എന്ന വിശേഷണത്തോടെ അടുത്തിടെ ഇന്ത്യൻ വിപണിയിലെത്തിയ മാരുതി ഇഗ്നീസിനെ പൂട്ടാൻ ഈ മോഡലിലൂടെ സാധിക്കുമെന്നാണ് കമ്പനി വിശ്വസിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ സവിശേഷതയും വാഹനത്തിൽ ഇടം പിടിച്ചേക്കും. ആൾട്രോസിന് ശേഷം ടാറ്റയുടെ ആൽഫ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള മോഡലാണ് HBX. വലിയ SUV വാഹനങ്ങളുടെ തലയെടുപ്പാണ് വാഹനത്തിന്റെ പ്രധാന സവിശേഷത. ടാറ്റയുടെ ജനപ്രിയ മോഡലായ നെക്സോണിൽ നിന്നും ഹാരിയറിൽ നിന്നും കണ്ടിരിക്കുന്ന അതേ മുൻവശം തന്നെയാണ് ഈ വാഹനത്തിലും കമ്പനി നൽകിയിട്ടുള്ളത്. നേർത്ത ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ്, ഡ്യുവൽ ടോൺ ബമ്പർ, വലിയ സ്കിഡ് പ്ലേറ്റ് എന്നിവയിലാണ് വാഹനത്തിന്റെ മുൻവശത്തെ പ്രധാന മാറ്റങ്ങൾ. ബ്ലാക്ക് ഫിനിഷ് ക്ലാഡിംഗ്, അലോയ് വീൽ, ബ്ലാക്ക് B പില്ലർ എന്നിവയാണ് വശങ്ങളെ മനോഹരമാക്കുന്നത്. വശങ്ങളിലേക്ക് വലിച്ചു നീട്ടിയിരിക്കുന്ന ടെയിൽ ലാമ്പുകൾ, ഡ്യുവൽ ടോൺ ബമ്പർ, സ്കിഡ് പ്ലേറ്റ്, റൂഫ് റെയിൻ എന്നിവ പിൻവശത്തെ അഴകിന് മാറ്റുകൂട്ടുന്നു. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലായിരിക്കും വാഹനം വിപണിയിലെത്തുക. ഈ എഞ്ചിൻ 85 bhp കരുത്തും 114 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ AMT ആയിരിക്കും ഗിയർ ബോക്സ്. വിപണിയിൽ മാരുതി ഇഗ്നിസ്, മഹീന്ദ്ര KUV 100 എന്നിവയാകും ഈ മോഡലിന്റെ പ്രധാന എതിരാളികൾ. വില പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 4.5 മുതൽ 7.5 ലക്ഷം രൂപ വരെയായിരിക്കും വാഹനത്തിന്റെ എക്സ് ഷോറൂം വില.